എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ നാളത്തെ കഥയൊക്കെ ആയിട്ടാണ്. നേരെ ആ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സച്ചിയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് രേവതി തറ തുടക്കുന്ന കാഴ്ച കണ്ടു. അപ്പം അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ ഈ രാത്രി ഈ സമയത്ത് നീ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം ആദ്യം ഒന്നും പുള്ളിക്കാരി പിടികൊടുക്കുന്നില്ലെങ്കിലും അവസാനം സഖി കേട്ട് തൻ്റെ അമ്മായിയമ്മ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നും എൻ്റെ വീട്ടുകാർ വന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതും എന്നൊക്കെ അവൾ തുറന്നു പറഞ്ഞു. ഇതൊക്കെ കേട്ട് സച്ചിക്ക് കലി അങ്ങ് വന്നു. സച്ചി ആണെങ്കിൽ ആ ദേഷ്യത്തിന് ആ ഒരു ബക്കറ്റും വെള്ളമൊക്കെ തട്ടി അങ്ങ് തെറിപ്പിച്ചു. പിന്നീടാണെങ്കിലോ ചന്ദ്രമതി അറിയാതെ, അതും നമ്മുടെ രവി ഇവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നു. വീട്ടുപടിക്കൽ വന്നിട്ട് രവി ആണെങ്കിൽ ചന്ദ്രേ ഇങ്ങ് ഓടി വന്നേ, ദേ ഈ കിറ്റൊക്കെ ഒന്ന് പിടിച്ചെന്നും പറഞ്ഞ് ചന്ദ്രമതിയെ വിളിച്ചതും ചന്ദ്ര ഓടിപ്പാഞ്ഞു വന്നു. ദാ കിടക്കുന്ന വെള്ളത്തിൽ തെന്നി പുള്ളിക്കാരിയുടെ കാലും നടുവും ഒക്കെ പോയി. അങ്ങനെ വീണ് കിടക്കുന്ന ചന്ദ്രമതി അയ്യോ എൻ്റെ നടു പോയേന്നും പറഞ്ഞ് കയറയാൻ തുടങ്ങി. അപ്പം രവി ആണെങ്കിലോ എൻ്റെ ചന്ദ്രൻ നിനക്ക് എന്ത് പറ്റിയെന്നും പറഞ്ഞ് രവി ഓടി വന്നു. അച്ഛമ്മയും സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തും സുധിയും ഒക്കെ ഓടി വന്നു. എന്താ അമ്മേ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പം ഇത് കണ്ടോ, ഇത് മനഃപൂർവ്വം ചെയ്തതാണ്, ഞാൻ ഇവിടെ തെന്നി വീണു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അച്ഛമ്മ ചോദിച്ചു, അല്ല ഈ സമയത്ത് ഇത് ആരാ ഇവിടെ തുടച്ചത്, ഇവിടെ ആരാ വെള്ളമാക്കിയെന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ സച്ചി സത്യങ്ങൾ പറയാൻ തുടങ്ങുമ്പം രേവതി ആണെങ്കിൽ സച്ചിയോട് പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങളൊന്നും പറയല്ലേ, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമല്ലേ, അത് നശിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്നാ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇവനൊരു അക്ഷരം പോലും മിണ്ടിയില്ല. എടാ എൻ്റെ നടുവ് പോയടാ, എൻ്റെ കൈയും കാലും ഒക്കെ വേദന എടുക്കുന്നടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധിയോടും ശ്രീകാന്തിനോടും ഒക്കെ ചന്ദ്രമതി ഇങ്ങനെ സങ്കടം പറയുക. അപ്പം ഒരു രക്ഷയില്ല. രവിയോടും പറഞ്ഞു, എന്നെ എങ്ങനെയും ഒന്ന് ആശുപത്രി കൊണ്ടുപോകും മനുഷ്യ, എനിക്കിവിടെ നിന്ന് എഴുന്നേക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരേ കരച്ചിൽ കരയുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്തും അതുപോലെ സുധിയും രവിയും ഒക്കെ കൂടി ചന്ദ്രമതി അങ്ങ് എടുത്ത് ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ചന്ദ്രക്ക് മേലല്ലോ, ദേ നല്ലൊരു കാര്യം നിശ്ചയിച്ചതാണ്, എന്തായാലും ഇനിയിപ്പോൾ ചന്ദ്രയെ ആശുപത്രി പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ അച്ഛമ്മയും അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ആദിയുടെയും അതുപോലെ തന്നെ അമ്മയുടെയും വിശേഷങ്ങളൊക്കെയാണ്. അമ്മുമ്മയാണ് കേട്ടോ. അപ്പോൾ ദാ അമ്മുമ്മയും ആദിയും കൂടെ വീട്ടിൽ വന്നു. അപ്പം ആദിയുടെ അമ്മുമ്മേൻ്റെ വീട്ടിലേക്ക് അവരുടെ ഒരു ചിറ്റ വിരുന്നും വന്നു. അപ്പോൾ ചിറ്റ വന്ന പാടെ തന്നെ ആദി പറയുക, ദേ അമ്മുമ്മേ ഇന്ന് എൻ്റെ ചിറ്റ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്കൂളിലൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞതും ദേ മോനെ ചിറ്റ ഇന്ന് ഫുള്ള് ഇവിടെ ഉണ്ടാവും, മോൻ സ്കൂളിലൊക്കെ പോയിട്ട് ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ഇങ്ങ് വന്നാൽ മതിയെന്നും പറഞ്ഞ് ആദ്യേ ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് യാത്രയാക്കുകയാണ്. അപ്പം നമ്മുടെ ആ ഒരു PA ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ശ്രുതിയുടെ രഹസ്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ വീട്ടു പരിസരത്ത് തന്നെ അങ്ങനെ തമ്പടിച്ച് നിൽക്കുകയാണ്. പുള്ളിക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടണം. കല്യാണി എന്നാണ് ശ്രുതിയുടെ പേരെന്നും ഇവരും കല്യാണിയും ഒക്കെ തമ്മിൽ എന്തൊക്കെയോ ഒരു റിലേഷൻ ഉണ്ടെന്ന് മാത്രമേ പുള്ളിക്കാരൻ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ആശാൻ അങ്ങ് തീരുമാനിച്ചു. ശ്രുതിയുടെ അമ്മയും കുഞ്ഞും കൂടെ വെളിയിൽ പോയി എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ PA ആണെങ്കിൽ പതിയെ ആ വീട്ടിൽ അവരുടെ ചിറ്റ ഉണ്ടല്ലോ, അപ്പം വിവരങ്ങളൊക്കെ തിരക്കാൻ വന്ന, അതായത് സർവേക്ക് വന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ ആ വീട്ടിലെ അമ്മയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ചിറ്റ വന്നിട്ട് ചിറ്റയോട് പറഞ്ഞു, അതെ മേഡം ഞാനിവിടെ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്, എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വേണമായിരുന്നു. പറഞ്ഞു സാറേ, എന്താ അറിയേണ്ടത്? മാഡം ഈ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അത് എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മകളെന്ന് പറയാൻ വന്നു. പെട്ടെന്ന് പുള്ളിക്കാരി ഒന്ന് ആലോചിച്ചു, പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം ആയാലോ, അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ പേര് പറയാതെ ചേച്ചിയും ചേച്ചിയുടെ ഒരു കൊച്ചുമോനും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം കൊച്ചുമോനെന്ന് പറയുമ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സെൻസസ് എടുക്കാൻ വന്നപ്പം ഈ വീട്ടിൽ ഒരു ലേഡിയും കൂടെ ഉണ്ടായിരുന്നല്ലോ, കല്യാണി എന്ന് പേരുള്ള ആ കുട്ടിയുടെ മോനാണോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ അയ്യോ അല്ല, അതെ അവളുടെ വകയിലുള്ള ഒരു സഹോദരൻ്റെ മോനാണ്, അവരാണ് വളർത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ചിറ്റ അങ്ങ് കാര്യങ്ങൾ അങ്ങ് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയാണ്. അപ്പം PAക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ വലിയ സങ്കടത്തിലായി. ചേടാ ഇവർ പറയുന്നത് സത്യമാണോ അതോ ഇവരെന്നെ വലിപ്പിക്കാൻ പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ലല്ലോ, എന്തായാലും കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ചിറ്റ ഇതൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറിയും പോയി. അതിന് ശേഷമാണെങ്കിൽ പുള്ളി വഴിയെ പോകുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയാണ്. അതെ ചേച്ചി, ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്, എനിക്ക് ആ വീട്ടിലെ ചേച്ചിമാരുടെ കുറച്ച് ഡീറ്റെയിൽസ് വേണമായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പം പുള്ളിക്കാരി അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞു. അതാണോ, അത് നമ്മുടെ വിമലയുടെ വീടാണല്ലോ. വിമല ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പം
വിമലയ്ക്കൊരു മോളും ഉണ്ട്, പിന്നെ ആ മോൾക്കൊരു കുഞ്ഞും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പറയുന്നതും നമ്മുടെ ചിറ്റ പറഞ്ഞതും രണ്ടും രണ്ട് കാര്യമാണെന്ന് മനസ്സിലായി. പി എ ആണെങ്കിലോ അപ്പം അത് തന്നെയാണ് സത്യം. അല്ല അപ്പം അവർക്ക് ഭർത്താവില്ലേന്ന് ചോദിക്കുമ്പം എൻ്റെ മോനെ അതൊക്കെ ഒരു വലിയ കഥയാണ്. ആ പെങ്കൊച്ചിനെ ചെറുപ്പത്തിലേ തന്നെ പിടിച്ചങ്ങ് കെട്ടിച്ചു, അതും ഒരു വയസ്സിൻ്റെ കൂടെ. അവനാണെങ്കിൽ ഒരു മഹാഭാവിയായിരുന്നു. അവന് കുറച്ച് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പറ്റേം വയ്യാണ്ടായി അവൻ രോഗം വന്ന് മരിച്ചതാണ്. എന്തായാലും ആ പെങ്കൊച്ചിന് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുക. അവളിപ്പതാ ദൂര സ്ഥലത്ത് എവിടെയോ ജോലി ചെയ്യുക. അമ്മയും അതുപോലെ തന്നെ അവളുടെ കുഞ്ഞും ഈ വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി. ആശാൻ ആ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും ഒക്കെയാണ്. അപ്പൊ ദാ സച്ചി പറഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിതാ ചന്ദ്രമതി ആശുപത്രിയിൽ നിന്ന് വരാതെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് ഞാനൊന്ന് പുറത്തു പോയിട്ടൊക്കെ വരാമെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രമതിയെയും കൂട്ടിയിട്ട് രവി അവിടെ എത്തി. അപ്പൊ സമയം അവർ നോക്കുക കേട്ടോ. നമ്മുടെ അച്ഛമ്മയും അതുപോലെ തന്നെ രവിയും ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് 9 മണിയാണ് ഇവരുടെ ശാന്തി മുഹൂർത്തം. അങ്ങനെ സമയം നോക്കുമ്പോൾ 10 മണിയായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ ചന്ദ്രമതി കാരണം ഇതൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ അച്ഛമ്മയ്ക്ക് വലിയ സങ്കടമൊക്കെ ഉണ്ട്. അച്ഛമ്മ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും, ചന്ദ്രേ നിന്റെ കാലിന് ഇപ്പം എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ ചോദിച്ചു. കുഴപ്പമില്ലമ്മേ, നല്ല വേദനയൊക്കെ ഉണ്ട്, എന്നാലും ഇനിയിപ്പം ഒരു മാസത്തേക്കെങ്കിലും ബെഡിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ സങ്കടപ്പെടുക. അതും പോരാഞ്ഞിട്ട് എൻ്റെ സുധിയുടെ കല്യാണം ഇങ്ങ് അടുത്തില്ലേ, ഇനി ആരിതൊക്കെ നോക്കിക്കണ്ട് ചെയ്യും? എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പം അതാ സുധിയും ശ്രീകാന്തും ഒക്കെ കൂടെ ചന്ദ്രയെ പതിയെ താങ്ങി പിടിച്ച് ആ കസേരയിൽ കൊണ്ടുവന്നങ്ങ് ഇരുത്തിയ പാടെ തന്നെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ, കണ്ടോ എന്നെ വീഴ്ത്താൻ മനഃപൂർവ്വം ഇവിടെ വെള്ളം ഒഴിച്ച് വെച്ചതാണ്, ഇവളുടെ കെട്ടിയനും കൂടി ആയിരിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ സംസാരിച്ചതും നമ്മുടെ അച്ഛമ്മ അങ്ങ് ഏറ്റുപിടിച്ചു. അച്ഛമ്മ ചോദിച്ചു, രേവതി നിനക്കൊട്ടും ബോധമില്ലേ? രാത്രി സമയത്ത് എന്തിനാ ഇങ്ങനെ തിണ്ണ തുടച്ചത്? അത് എന്നും പറഞ്ഞ് ഇവൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ നിൽക്കുമ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞു, അങ്ങനെ ചോദിക്കച്ചമ്മേ, അതാണ് ചോദിക്കേണ്ട കറക്റ്റ് ചോദ്യം. എന്തിനാ ഇവൾ ഈ രാത്രി അത് ഈ തറ തുടച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിനും അച്ഛമ്മയാണെങ്കിൽ എന്താ ശരിക്കും സംഭവിച്ചത്? ഈ ഇരിക്കുന്ന എൻ്റെ അമ്മയുണ്ടല്ലോ, ഇവരൊറ്റടുത്ത് കാരണമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി നടന്ന കാര്യങ്ങൾ മുഴുവനും അച്ഛമ്മയോട് പറഞ്ഞു. രേവതിയുടെ വീട്ടിൽ നിന്ന് വിരുന്നുകാർ വന്നല്ലോ, അവർ വന്നതിൻ്റെ പേരിലാണ് ഈ തറ മുഴുവൻ അവളെ കൊണ്ട് തുടപ്പിച്ചത്. അത്രയും നികൃഷ്ട ജീവികളാണ് അവരെന്നുള്ള രീതിയിലാണ് എൻ്റെ അമ്മ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു. എടി ചന്ദ്രേ, നീ ഇത്രയും വലിയ ആളായിട്ട് നിനക്ക് ഇത്രയും പോലും ബോധമില്ലാതെ ആയി പോയല്ലോ. നീ എന്ത് മനുഷ്യ സ്ത്രീ ആടി? അവരും നല്ലൊരു ആൾക്കാർ തന്നെയല്ലേ, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തി അച്ഛമ്മ നിനക്കിത് കിട്ടേണ്ടത് തന്നെയാണ്, നീ വീണ് നിന്റെ നടുവും കൂടെ തകരേണ്ടതായിരുന്നു എന്നും പറഞ്ഞ് അച്ഛമ്മ 2 വർത്തമാനം കൂടുതൽ അങ്ങ് പറഞ്ഞു. രവിയാണെങ്കിലോ, രവി ഇത് കേട്ടിട്ട്, എന്താ ചന്ദ്രേ നീ ഇത്രയും കാലമായിട്ടും നിന്റെ ഈ സ്വഭാവത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഇനി മേലെ ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രവിയുടെ തനിക്കോണം നീ അറിയുമെന്നും പറഞ്ഞ് രവിയും ദേഷ്യപ്പെടുകയാണ്. അപ്പൊ ചന്ദ്രമതി ആണെങ്കിലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എല്ലാവരും എന്നെ തന്നെയാണ് കുറ്റം പറയുന്നത്, ഞാൻ അതിന് അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരി നല്ല പിള്ള ചമയാണ്. ഈ സമയത്താണെങ്കിലോ അച്ചമ്മയ്ക്ക് വലിയ വിഷമമൊക്കെ ആയി. കണ്ടോ, ഇവളുടെ ഈ ഒരു ദുഷ്ട മനസ്സിന് വിചാരിച്ചതാണ് ഈ പിള്ളേരുടെ ജീവിതം ശരിയാകരുതെന്ന്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ, നിനക്ക് സന്തോഷമായോടി എന്ന് ചോദിച്ച് നമ്മുടെ അച്ചമ്മ ചന്ദ്രയുടെ നേരെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കിനും രേവതി പറഞ്ഞു, സാരമില്ല അച്ചമ്മ, ഇനിയിപ്പോൾ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ നമ്മുടെ അച്ചമ്മയും ആശ്വസിപ്പിച്ച് ആ റൂമിലേക്ക് പോകുന്ന സമയത്ത് ചന്ദ്രമതി ആണെങ്കിലോ, എന്തേലും ആയിക്കോട്ടെ, ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നല്ലോ, പക്ഷേ അതിനിപ്പോൾ ഞാൻ വീണത് ഇച്ചിരി ഒരു കടന്ന കൈയായി പോയല്ലോ. പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പതാ സ്പോട്ടിൽ പണി കിട്ടി തുടങ്ങിയെന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ വിശേഷമൊക്കെ അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാണുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.